നാട്ടിലെ ഏറ്റവും വലിയ വാക്സിൻ വിരോധി പോലും അറിഞ്ഞോ അറിയാതെയോ പോയി എടുക്കുന്ന ഒരു വാക്സിനാണ് TT ഇഞ്ചക്ഷൻ. വെൽക്കം ടു പീഡിയാട്രിക്സ്. TT ഇഞ്ചക്ഷൻ നാട്ടിലെ ഏറ്റവും വലിയ വാക്സിൻ വിരോധി പോലും അറിഞ്ഞോ അറിയാതെയോ പോയി എടുക്കുന്ന ഒരു വാക്സിനാണ് TT ഇഞ്ചക്ഷൻ. അവർ ഒരു പക്ഷേ അത് എടുക്കുന്നത് കാലിൻ്റെ മുറിവ് പഴുക്കാതിരിക്കാനാണോ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം സെപ്റ്റിക് ആവാതിരിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ കുത്തിവയ്പ്പ് എടുക്കുന്നത്. യഥാർത്ഥത്തിൽ സെപ്സിസ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിസം നമ്മുടെ ബ്ലഡിലേക്ക് കയറി കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ സെപ്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ മുമ്പ് വാക്സിൻ ഒന്നും പ്രോപ്പറായിട്ട് നടക്കാത്തൊരു കാലഘട്ടത്തിൽ മുറിവുകൾ വഴി ഈ ടെറ്റനസ് ഇൻഫെക്ഷൻ ബ്ലഡിലേക്ക് കയറുകയും TT സെപ്സിസ് വരികയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരിക്കണം സെപ്റ്റിക് ആവുക എന്നുള്ളൊരു പേര് ആളുകളുടെ മനസ്സിൽ കയറി കൂടിയത്. പക്ഷേ ഈ TT ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് കാലിൻ്റെ മുറിവ് പഴുക്കാതിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലല്ല, TT ഇൻഫെക്ഷൻ വരാതിരിക്കുക, TT സെപ്സിസ് അടിക്കാതിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. എന്നാൽ ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും അവരുടെ റുട്ടീൻ സ്കെഡ്യൂളിൽ നമ്മൾ ഓൾറെഡി വാക്സിൻ കൊടുക്കുന്നുണ്ട്. 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ചകളിൽ DPT കൊടുക്കുന്ന കൂട്ടത്തിൽ ആ T എന്ന് പറയുന്ന ടെറ്റനസിനെ മെൻഷൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ടെറ്റനസ് എന്നുള്ള പേരാണ് ഈ TPTയിൽ വരുന്നത്. ഇപ്പോൾ പെൻറ്റയിലും ഹെക്സയിലൊക്കെ ഒരു കമ്പോണൻറ്റ് ടെറ്റനസ് ടോക്സോയിഡ് ആണ്. അതുപോലെ 1.5 വയസ്സിലും 5 വയസ്സിലും 10 വയസ്സിലും 16 വയസ്സിലൊക്കെ ബൂസ്റ്ററായിട്ടും നമ്മൾ ടെറ്റനസ് ഉള്ള ഇഞ്ചക്ഷൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇവരുടെ പ്രൈമറി സ്കെഡ്യൂളിൽ തന്നെ പ്രൊട്ടക്റ്റഡ് ആണ്. അത് TT ഇഞ്ചക്ഷൻ്റെ പ്രൊട്ടക്ഷൻ അതെടുത്തതിന് ശേഷം 10 വർഷം വരെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് വാക്സിനേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടി, പ്രൈമറി വാക്സിനേഷൻ 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ചയിൽ എടുത്തിട്ടുള്ള കുട്ടി, ആ കുട്ടി 1.5 വയസ്സിലും 5 വയസ്സിലും 10 വയസ്സിലും 16 വയസ്സിലും വാക്സിനേറ്റഡ് ആണെങ്കിൽ 26 വയസ്സ് വരെ ആ കുട്ടി ഓൾറെഡി പ്രൊട്ടക്റ്റഡ് ആണ്. പിന്നെ എല്ലാ 10 കൊല്ലം കൂടുമ്പോഴാണ് അതിൻ്റെ ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ടതുള്ളൂ. അല്ലാതെ ഓരോ പ്രാവശ്യം കാല് മുറിയുമ്പോഴും 6 മാസം കൂടുമ്പോഴും ഒന്നും പോയിട്ട് TT ഇഞ്ചക്ഷൻ എടുക്കേണ്ടതില്ല എന്ന് മാത്രമല്ല, അങ്ങനെ എടുക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെയുണ്ട്. വളരെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വൂണ്ടാണെങ്കിൽ നമ്മൾ ടെറ്റനസ് ടോക്സൈഡ് ഇഞ്ചക്ഷൻ, TT ഇഞ്ചക്ഷൻ മുമ്പ് എടുത്തിട്ടുണ്ടെങ്കിലും ടെറ്റനസ് ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറയുന്ന സാധനം, അതായത് ആൻറ്റിബോഡീസ് വേറൊരു മൃഗത്തിൽ നിന്നുള്ളത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ചിലപ്പോൾ ഇഞ്ചക്ട് ചെയ്യാറുണ്ട്. അത് വളരെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വൂണ്ടിൽ അത് ഡോക്ടർ എടുക്കുന്ന ഒരു ഡിസിഷനാണ്. അങ്ങനെ അല്ലാതെ ഓരോ ചെറിയ മുറിവിനും പോയിട്ട് TT ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഒരു തെറ്റായ പ്രവണതയാണ്. അങ്ങനെ ചെയ്യരുത്. ഹാപ്പി പാരന്റിങ്.